ഇതൊക്കെ നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും. നിഞ്ചാഗോ അതേപോലെ ലെഗോ എന്ന് പറയും. അതൊക്കെ ഞങ്ങളവിടെ ചെയ്യണേ. ഗൈസ്, നമ്മളിപ്പോൾ കിങ് ഫ്രൈൻ്റെ ഉള്ളിലാണ്. ഇതാണ് അപ്പയുടെ ഓഫീസ്. താടിയും പൊട്ടും താരം വിച്ചപ്പന്റെ. നമ്മൾ മഹേന്ദ്ര ബാഹുബലി. But we fell apart just in time. You say at least it was worth the try. At least it was worth the try. അടുത്തിടെ ആയിട്ട് ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ ഓഫീസിലേക്ക് വന്നിട്ടാണ്. ഇതാണ് എൻ്റെ ഓഫീസ് ഗൈസ്. ഇതൊക്കെ ഞങ്ങളുടെ ഫ്ലോറാണ്. ഒക്കെ ഇതിന് ഓരോ പേരുകളുണ്ട്. ഒക്കെ സ്റ്റുഡിയോ ഫ്ലോറാണ്. കണ്ട കണ്ട എൻ്റെ ഞങ്ങളുടെ പ്രൊജക്റ്റുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഓരോ ഫ്ലോറുകളാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഓഫീസ്. ദിലീപ് ആ കടന്നോ? ഇതെന്താ ഇരുന്ന അപ്പോൾ നമ്മുടെ വിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ്. സ്വന്തം നമ്മുടെ വിച്ച് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ അമ്മയ്ക്കും അച്ഛനും പപ്പയ്ക്കും മമ്മിക്കും കസിൻസിനും ഒക്കെ അവൻ്റെ ഓഫീസും ഇതൊക്കെ കാണാൻ ഈ ഒരു അവസരത്തിലൊരു ചാൻസ്. അതെ, ഞാൻ ഈ ഓഫീസിൽ വന്നില്ല. അപ്പോൾ സുഖം വന്നില്ല. ഇതാണ് വിച്ചില്ല. ഇത് ഷാഹിദക്ക. അവിടെ ഷാഹിദ അത് ശശിലല്ലേ? ഞങ്ങൾ മൂന്നാളില്ലേ? ഇത് ചെറിയൊരു പ്രൊഡക്ഷൻ്റെ സ്ഥലം. പ്രീ പ്രൊഡക്ഷൻ. അവിടെ വരയ്ക്കുന്ന ആൾക്കാരിരിക്കും. എന്നായിരുന്നു അതെ, നമ്മുടെ അന്നാണത്. ഇതൊക്കെയാണ് അന്നം. അപ്പോൾ well, we fell apart just in time. Ooh, you say at least it was worth the try. അപ്പൊ ഇനി നമ്മൾ മുകളിലേക്ക് പോകണം. ഇവിടെ തലടിക്ക് ഗുഡ് മോർണിംഗ് ടീച്ചറെന്ന് പറയണ പോലെ. ഗൈസ്, ഇവിടെ ഇരുന്നിട്ടാണ് അവിടുന്ന് കോഫി മെഷീനിൽ കോഫി ഇട്ട് ഇച്ചിരി കുടിക്കണം. അപ്പോൾ എനിക്കും ഇന്ന് അവിടെ നിന്ന് കോഫി കുടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രണ്ട് ഫോട്ടോ എടുക്കണം. ഇച്ചിരി ഞാൻ അവിടെ ഇരുന്നത് ഓർമ്മ ഇവിടെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കോളേജാണ്. അതെ, അപ്പൊ നമ്മുടെ വീഡിയോ കാണാറുള്ള ഒരു വ്യക്തിയാണ്. അതെ,
ഇവിടെ പഠിക്കാൻ നടന്നെ എല്ലായിടത്തും ഓടി നടന്ന് പഠിപ്പിക്കില്ല തന്നെ. അനുജിക്കും ഒരു കാര്യം അപ്പം എന്തായാലും കാണാൻ പറ്റിയതൊക്കെ സന്തോഷം ഇവിടെയൊക്കെ. അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഓഫീസ്. ഇത് മൊത്തം ഇതൊക്കെ തന്നെയാണ്. ഇത് IT റൂമാണ്. അവിടെ പഠിപ്പിക്കണ സ്കൂളുകൾ ക്ലാസ്സുകളൊക്കെ അതിലാണ്. ഓരോരോ ആനിമേഷൻ ക്ലാസ്സും, ഇപ്പുറത്ത് ടെക്സ്ചറിങ്, അപ്പുറത്ത് എഫക്ട്സ്, അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ നടക്കണ ഓരോ റൂമുകളാണ് അതൊക്കെ. അപ്പോൾ പൊന്നുവിന് ഈ ഓഫീസ് ആദ്യമായിട്ടാണ് പൊന്നു കാണണം. മറ്റേ ഓഫീസ് കണ്ടിട്ടില്ലല്ലേ? ട്രിവാൻഡ്രത്ത് കണ്ടിട്ടില്ലല്ലോ? ടെക്നോവർക്ക് കണ്ടിട്ടില്ലല്ലോ? ആ സമയമാകുമ്പോഴേക്കും മാറി. പുറത്തല്ല, ഉള്ളിൽ കയറിയുള്ളൊക്കെ പോവാ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് പൊന്നിന് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതെ, അത് ഇവിടെ ഇനി അങ്ങോട്ട് നടന്ന അല്ല, ഇതൊക്കെ ഓരോ റൂമുകളാട്ടോ. അതിലൊക്കെ ഓരോ ക്ലാസ്സുകൾ നടക്കണതാണ്. ഇതൊക്കെ ഓരോരോ ക്ലാസ്സുകൾ നടക്കണതാണ് ഞങ്ങളുടെ. അപ്പോൾ എഫക്ട്സും VFXും അല്ലെങ്കിൽ ആനിമേഷൻ 3D ടെക്സ്ചറിങ് അങ്ങനത്തെ ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കാം. അതെ, ഇതാണ്. നിങ്ങൾക്കൊക്കെ ലിങ്ക്ഡിനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓപ്പൺ ഹൗസ് .c. അതെ, ഈ VFX, ആനിമേഷൻ, 3D ടെക്സ്ചറിങ് ഇതൊക്കെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കുട്ടികൾ ഇപ്പോൾ പെൺകുട്ടികളും ഉണ്ടാവും, ആൺകുട്ടികളും കാണാം. ഇതൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യണ ആർട്ടിസ്റ്റാണ്. പ്രൊഡക്ഷനിൽ പ്രീ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണതാണ്. വരയ്ക്കൽ ആർട്ടിസ്റ്റാണ്. അതെ, അപ്പോൾ ആഗ്രഹമുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. പഠിക്കണം എന്നൊക്കെ കണ്ട. ഇത് കമ്പ്യൂട്ടർ ലാബാണ്. ഇതിൽ നമ്മുടെ IT ടീം ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരിരിക്കുന്നതാണ്. ഇത് കഫേ കോഫി ഇട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതും ഒരു ഇതാണ്, സ്റ്റുഡിയോ ഫ്ലോറാണ്. Ooh, you say at least it was worth a try. At least it was worth a try. എനിക്ക് വേണ്ട പഞ്ചസാര കേട്ടോ, കഴിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കോഫി കുടിക്കാറ് കേട്ടോ. കോഫിക്ക് ആവശ്യമുള്ള എല്ലാ ചായ, ആസാം ചായ, പിന്നെ ലെമൺ, അതുപോലെ സാധാരണ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് ഇതിലുള്ളിലുള്ള കിട്ടും. അടിച്ചുകിട്ടേ നീറ്റൊക്കെ അങ്ങനെ കാണിച്ചിട്ട് അടിച്ചുകിട്ട് അപ്പോഴും ഫിഷ് ഫിഷ് അതെ, റിയൽ കാപ്പിക്കുരുവാണ്. ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് വശം അല്ല. അങ്ങനെ സ്റ്റെപ്പ്, ഇത് 2 വഴിയുണ്ട് കേട്ടോ. മുകളിലേക്ക് കയറണമെങ്കിൽ ഇങ്ങനെ കയറാം, അടിയിലേക്ക് ഇവിടെ പോവാം, അങ്ങനെ കയറാം കേട്ടോ. അതെ, കമന്റിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ കിംഫ്രൈഡ്. അതെ, അപ്പൂസിന് ഇതാണ് ഇഷ്ടം.
ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ജോലി എന്താണ്, എന്താണ് എവിടെയാണ് ചേട്ടാ, എവിടെ വർക്ക് ചെയ്യണേ. ഇതാണ് അങ്ങോട്ട് പോവാനാ. പോവാണ് നമ്മള്. Separate ways, break up all the same. When we fell apart just in time. നിങ്ങൾ എൻ്റെ ഓഫീസ് കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പോകണൊരു വഴിയുണ്ട് കേട്ടോ. ശരിക്ക് ഓഫീസിലേക്ക് വരണ വഴി അതൊരു ജാതി വൈബ് വഴിയാണ്. ഓഫീസ് വൈബാണ്. ഇത് HR-ൻ്റെ റൂമാണ്. HR സെക്ഷൻ. ഇത് നമ്മുടെ ടോയ്ലറ്റും വാഷ്റൂമൊക്കെയാണ്. വാഷ്റൂം. ഇത് മെൻസ് വാഷ്റൂമാണ്. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. You say at least it was worth the try. At least it was worth the try. ഇതൊക്കെ നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും. നിഞ്ചാഗോ അതേപോലെ ലെഗോ എന്ന് പറയും. അതൊക്കെ ഞങ്ങളവിടെ ചെയ്യണേ. അനിമേറ്റേഴ്സൊക്കെ ഇരിക്കണ അനിമേറ്റേഴ്സ് പ്രൊഡക്ഷൻ. അതെ അടാ. At least it was worth the try. ഇവിടെ ഇത് ചെയ്യുന്ന അപ്പം ഏത് റൂമിലേ പഠിക്കുന്നത്? വാ. അപ്പോൾ കണ്ടില്ലേ ഓഫീസ്. അച്ഛൻ്റെ ജോലി എന്താണ്, എവിടെയാണ് ജോലി ചെയ്യണത്, എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താതെ സെപ്പറേറ്റ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യാൻ. അതെ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ച കാണിച്ചു തരാം. അതൊക്കെയാണ് അടിപൊളി അടിപൊളി സംഭവങ്ങൾ. അപ്പോൾ മൊത്തം ഓഫീസ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇതാണ് ആകെ പച്ചപ്പ് നിറഞ്ഞൊരു വൈബ് സ്ഥലം. മലയാള മനോരമയാണ് ഗൈസ്. ഇതാണ് മലയാള മനോരമയുടെ ട്രിവാൻഡ്രം മലയാള മനോരമയുടെ മെയിൻ ഓഫീസ്. മെയിനല്ല, കുറെ ഉണ്ടാവും കൂടെ. പ്രിന്റിംഗ് സ്ഥലമാണ്. പിന്നെ അതാണ് മാജിക് പ്ലാനറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഉള്ളിൽ ഒരു ദിവസം വരണല്ലേ. അതിനുള്ളിൽ കുട്ടികളുടെ മാജിക് കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. എപ്പോഴും സ്റ്റുഡൻസിനെ കൊണ്ട് ഇപ്പോഴും സ്റ്റുഡൻസ് വരും. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുന്നു. വിഷ്ണു അങ്കിളുടെ കയ്യിൽ ഒരു 5 രൂപയുടെ കോയിൻ ഉണ്ട്. കൊറേ പിള്ളേര് വന്നിട്ടുണ്ടല്ലേ, കൊറേ വണ്ടികൾ വന്നിട്ടുണ്ട് മാജിക് പ്ലാനറ്റ്. അപ്പൊ ഒരു ദിവസം നമ്മള് മാജിക് പ്ലാനറ്റ് കാണാൻ വരുന്നതായിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കാൻ പറ്റിയ സ്കൂളുണ്ട്. ഗാലക്സിയ ഇൻഫന്റ് സ്കൂൾ കുഞ്ഞിത്. അത് ഇവിടെ ജോലിക്ക് വരുന്നവർക്ക് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ പുതിയ 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 പ്രൊജക്ടുകൾ വരുന്ന കേട്ടോ. ഓരോരോ കമ്പനികൾ വരുന്നൊക്കെയാണ്. ഇവിടെ മൊത്തം ഇത് ഫിലിം പാർക്കാണ്. വീഡിയോ ഫിലിമിന്റെ ഒക്കെ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും. ഫിലിമായി പന്തായിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊക്കെയാണ് മോഹൻലാലിന്റെ ലാലാലിന്റെ ഒക്കെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, വിസ്മയ എന്ന് പറയുന്നത്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. തുടർന്ന്